ഞാനേ ഒരു ഉഴുന്നോടെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുമായിരുന്നു. അപ്പോൾ ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ച് ഒരു 3 മണിക്കൂർ വെള്ളത്തിലിട്ട് പിന്നെ അത് ശേഷം കഴുകി ഒട്ടും വെള്ളമില്ലാതെ ഞാൻ ഇങ്ങനെ അരിപ്പയിൽ വെച്ച് വെള്ളമൊക്കെ കളഞ്ഞിട്ടെടുത്ത് വയ്ക്കുകയാണേ. ഇത് നമുക്ക് ജാറിലേക്ക് ഒട്ടും വെള്ളമില്ലാതെ തന്നെ ഇതെല്ലാം എടുത്ത് വയ്ക്കാം. കുറച്ച് കൂടുതൽ ഉഴുന്നുണ്ട്, അത് കാരണം ഞാൻ മുഴുവനും ഒരുമിച്ച് അരയ്ക്കുന്നില്ല, കുറച്ച് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ട് അരയ്ക്കുക. അപ്പോൾ ഒരു 3 ഐസ് ക്യൂബ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ ഇത് നന്നായിട്ട് നമ്മുടെ ഹീറ്റ് ആകുമ്പോൾ പുളിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഐസ് ക്യൂബ് ഇട്ട് അരയ്ക്കുമ്പോഴത്തേക്ക് നല്ലപോലെ വന്നോളൂ. പിന്നെ നമ്മൾ ശകലം വെള്ളം കൂടെ ചേർക്കണേ. അപ്പോൾ അരച്ച് വെച്ച് അതിന് ശേഷം ഞാൻ ഈ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ കൂടെ കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. മുഴുവൻ തൂത്ത് പഠിച്ച് അങ്ങ് ഇട്ട് കൊടുത്ത് എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയാണേ. കുറച്ച് റവ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടത്തില്ല, നല്ല മുരുമരാന്നിരിക്കത്തില്ല. അതുപോലെ നമുക്ക് നല്ല ക്രിസ്പി ആവാനായിട്ട് റവ നല്ലതാണ്. അപ്പോൾ കുറച്ച് റവയും ചേർത്തു. പിന്നെ ചേർക്കുന്നത് കുറച്ച് ഈസ്റ്റാണ്. ഈസ്റ്റ് വളരെ കുറച്ച്. സാധാരണ മാവ് പുളിക്കാനാണ് ഈസ്റ്റ് ചേർക്കുന്നത്. ഇതിൽ നമ്മൾ മാവ് കുറച്ചും കൂടെ സോഫ്റ്റാവും ഈസ്റ്റ് ചേർക്കുമ്പോൾ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഇതെല്ലായിടത്തും ഉപ്പും ഈ റവയും ഈസ്റ്റും എല്ലാം എല്ലായിടത്തും പിടിക്കുന്ന പോലെ നന്നായിട്ട് മാവങ്ങ് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ കിട്ടും കേട്ടോ. പിന്നെ കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് ചേർക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഇത് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ഷേപ്പൊന്നുമില്ല എങ്കിലും ഷേപ്പൊക്കെ എടുക്കാൻ നോക്കിയിട്ടൊന്നും റെഡിയാവുന്നില്ല. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്ന ഷേപ്പിലൊക്കെ അങ്ങ് ആക്കി വെച്ച്. അപ്പോൾ അത് ഇതുപോലെയൊക്കെ ഷേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കൂടുതൽ സൈഡായിട്ട് കുറച്ച് ചട്നിയും സവോളയും എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുമായിട്ട് നമ്മളിങ്ങനെ കുറച്ച് ചട്നിയിൽ മുക്കി സവോളയുമായിട്ട് കഴിക്കണം നല്ല. അപ്പോൾ കഴിച്ച് നോക്കാനായിട്ട് ചിക്കനുണ്ട്, പിന്നെ നമ്മുടെ ആച്ചുമോളുണ്ട്, കണ്ണനും കുഞ്ഞും ഒക്കെ ഉണ്ട്. എല്ലാവരും കഴിച്ച് നോക്കുവാണേ. നല്ല ചൂടാണ് സംഭവം. കാരണം ആച്ചുമോളത് തൊട്ടില്ല. ആച്ചുമോൾക്ക് സവോളയാണ് ഇഷ്ടം. സവോള മാത്രം പെറുക്കി തിന്നുകൊണ്ടിരിക്കുക. എല്ലാവർക്കും പൊതുവെ ഇഷ്ടപ്പെട്ടു.